ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൾബ് കൊണ്ട് LED ബൾബ് കൊണ്ട് വേസ്റ്റാക്കി കളയുന്ന LED ബൾബ് കൊണ്ടാണ് നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ ചെയ്യാം. അതുകൊണ്ട് ഒരു പ്രാവിനെയാണ് ഇവിടെ ചെയ്യുന്നത്. അത് LED ബൾബും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ, വെറും ഫെവിക്കോൾ വെച്ച് മാത്രമാണ് ഇത് കംപ്ലീറ്റ് കവർ ചെയ്തിഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ഇനി ആ ഒരു പ്രാവിൻ്റെ ആ തലയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കാണിക്കുന്നത് പോലെ ചുരുട്ടി കൂട്ടി ഒരു കഴുത്തിൻ്റെ ഒരു മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുട്ടിക്കൂട്ടുകയാണ്. ചുരുട്ടിക്കൂട്ടി വീണ്ടും വീണ്ടും കവർ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു കഴുത്തിൻ്റെ ഷേപ്പായി വരും. ഇതുപോലെ ചുരുട്ടിക്കൂട്ടി ഒരു കഴുത്തിൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ൻ്റെ ഷേപ്പാണ്. അതുപോലെ ചെയ്തെടുക്കുകയാണ്. ആ കഴുത്ത് നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആ ബോഡിയും കഴുത്തും എല്ലാം നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്ത്, ഫെവിക്കോളെ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഫെവിക്കോൾ വെച്ച് വീണ്ടും അത് കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നു. അത് വീണ്ടും ഒരു 2-3 കവറിങ് ആകുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇതുപോലെ കവർ ചെയ്ത് ആ ബോഡിയും കഴുത്തും കൂടി നമ്മൾ വീണ്ടും ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം ബാലൻസ് ടിഷ്യൂ പേപ്പർ നമ്മളൊരു ടെയിലിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത്, ഫെവിക്കോൾ അതിൻ്റെ അടിയിലും ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതൊരു വാലിൻ്റെ ഷേപ്പായി കഴിഞ്ഞിട്ടുണ്ടാകും. പ്രസ് ഒന്ന് ചെയ്താൽ മതി. ഒരു ടെയിലിൻ്റെ ഷേപ്പായി കഴിഞ്ഞ് ഒന്ന് ടൈറ്റായി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഒരു ടെയിലായി കഴിഞ്ഞ്, ബാലൻസ് എവിടെയെങ്കിലും ഇതുപോലെ ഇളകി ഒഴിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് ഫെവിക്കോൾ യൂസ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി, അത് ഒട്ടിക്കൊള്ളും. ഇതുപോലെ ഇതിപ്പം ബോഡിയുമായി അതുപോലെ തന്നെ ടെയിലുമായി. ഇനി അതിൻ്റെ ഒരു വിങ്സിന് വേണ്ടിയിട്ട് ആ ഒരു വിങ്സിൻ്റെ ഷേപ്പ് നമ്മൾ ഒരു പേപ്പറിൽ വരച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തപ്പം ഞാൻ ഡയറക്റ്റ് ത്രൂലി 2 വിങ്സിനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തങ്ങ് എടുക്കുകയാണ്. അത് പറ്റാത്തവരുണ്ടെങ്കിൽ വരച്ച് വെച്ചതിന് ശേഷം ആ ഒരു പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി അതും ഫെവിക്കോൾ യൂസ് ചെയ്ത് നമ്മൾ 2 സൈഡിലും അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം പീജിയൻ്റെ ഇത്രയും ഭാഗം റെഡിയായി കഴിഞ്ഞ് ആ വിങ്സും ടെയിലും ആ ഒരു ഹെഡും അതുപോലെ തന്നെ ഈ ഒരു ബൾബുകൾ നമുക്ക് വേസ്റ്റാക്കി കളയാതെ അതെടുത്ത് നമ്മൾ എന്തെല്ലാം ഫ്ലവർ ആയാലും ഒരുപാട് കാര്യങ്ങൾ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഡെക്കറേഷൻ ഐറ്റംസ് ആക്കി നമ്മളെ ഷോക്കേസുകളിൽ നമുക്ക് അലങ്കാര വസ്തുക്കളാക്കി എടുക്കാം. ഇതുപോലെ അതിനെ ഒന്നും കൂടി നീറ്റാക്കി നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ആ ചുണ്ടിന് അതുപോലെ തന്നെ കട്ട് ചെയ്ത് ആ താഴത്തെ ലെഗിന് വേണ്ടിയിട്ട് ഇതുപോലെ യെല്ലോ കളർ പേപ്പർ കട്ട് ചെയ്ത് വെറുതെ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഒരു V ഷേപ്പിൽ. ഇപ്പം അത് താഴെ അത് ഇരുന്നുകൊള്ളും. കാരണം ആ ഒരു ബൾബിൻ്റെ വെയിറ്റിൽ അങ്ങനെ അങ്ങ് ഇരുന്നുകൊള്ളും. അതായത് ഒരു പ്രസ്സിങ്ങോ അല്ലെങ്കിൽ ഒന്ന് ഒട്ടിച്ച് വെക്കേണ്ട ഒരു കാര്യവുമില്ല. ആ കണ്ണിന് വേണ്ടിയിട്ട് ഓൾറെഡി സ്റ്റോൺ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ ഒരു സ്റ്റോണാണ് ഞാൻ ആ കണ്ണിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ച്. വൈറ്റ് കളറും ഇട്ട് കുറച്ച് ഗ്ലിറ്റേർഡ് പൗഡർ ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തപ്പോൾ നല്ല മനോഹരമായൊരു പീജിയൻ ഇവിടെ റെഡിയായി കഴിഞ്ഞ്. കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഷോർട്സിലും ഞാൻ എൻ്റെ സൗണ്ട് ഇടുന്നത്.